ഹലോ കൂട്ടുകാരെ, ഞാനിന്നേ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ നാട്ടിൽ, ഞങ്ങളുടെ എറണാകുളത്ത് ഇടപ്പള്ളിയിലൊക്കെ കൂരി എന്ന് പറയും ഈ മീനിന്. അത് കത്ര കൊണ്ട് അതിൻ്റെ മുള്ളൊക്കെ വെട്ടി കളഞ്ഞിട്ട് അതെങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ക്ലീൻ ചെയ്യണത് ഇങ്ങനെയാണ്. സൗകര്യമില്ലാത്തവരില്ലേ, ഈ കല്ലേൽ കൊണ്ട് തേച്ച് ഒക്കെ എടുക്കാൻ സൗകര്യമില്ലാത്തവർ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ സ്ക്രബില്ലേ, നമ്മുടെ പാത്രം കഴുകണ സ്ക്രബ്, നമുക്ക് വേണ്ടാത്ത ഉപയോഗിക്കാത്ത സ്ക്രബ് എടുക്കുക. ഇതുപോലെ മീൻ ഉരച്ച് കഴുകുക. കുറച്ച് നേരം കഴിയാൽ മതി, നല്ല തൂവെള്ള പോലെയാവും. അതിനുശേഷം മുറിച്ചെടുത്ത് കറി വെക്കാം നമുക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. അതായത് ഈ അപ്പാർട്ട്മെൻറ്റിലും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് മീൻ ഇതുപോലത്തെ മീൻ വാങ്ങിച്ചാൽ അവർ വാങ്ങിക്കില്ല. കാരണം അറിയാമോ, ഇത് വൃത്തിയാക്കാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട്. അപ്പം അറിയാവുന്നവർക്ക് ഞാൻ കാണിക്കുവാണേ. ഇതുപോലെ ചെയ്താൽ ഇതേ ഈ കളറിൽ മീൻ കിട്ടും. കണ്ടോ, നല്ല തൂവെള്ള പോലെയായി. ഇതിൻ്റെ ഞങ്ങളിവിടെ വിളിക്കുന്ന പേര് കൂരി എന്നാണ്. കൂരി, ഏട്ടക്കൂരി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നൊന്ന് പറയണം കേട്ടോ. എന്താ ഇതിൻ്റെ പേരെന്ന് എനിക്ക് കമൻ്റ് അയക്കണേ എന്താ പേരെന്ന്. അപ്പോൾ ഇതിങ്ങനെ മുറിച്ചെടുക്കാം. നമുക്ക് ആവശ്യമുള്ള സൈസിൽ ഇതിനെ മുറിച്ചെടുത്തിട്ട് നമുക്ക് പുളിയിട്ടൊക്കെ കറി വെക്കാം. ഞാൻ കറി വെക്കുന്നതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും കാണിക്കുന്നത് മീൻ കറി വെക്കുന്നത്. അത് കാണിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും അറിയാത്തവർക്ക്, ഈ മീൻ എങ്ങനെ വൃത്തിയാക്കണമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. കണ്ടിട്ട് അഭിപ്രായം പറയണം. എന്നിട്ട് ഇതേ ഇങ്ങനെ കത്തി കൊണ്ട് അതിൻ്റെ കഴുത്തും അതിൻ്റെ വയറും ഒക്കെ മുറിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് മുട്ടയുണ്ടെങ്കിൽ മുട്ടയെടുത്ത് ആദ്യം മാറ്റി. ഇതിൻ്റെ അകത്ത് മുട്ടയുണ്ടായിരുന്നു കേട്ടോ, ഞാനതൊക്കെ എടുത്ത് മാറ്റി. അതിനുശേഷം അതിൻ്റെ കുടലും അതിൻ്റെ എല്ലാം കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ തലയൊന്നും കളയൂല കേട്ടോ. തലയുടെ ഇങ്ങനെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ സാധനം ക്ലീൻ ചെയ്യും, അത്രയേ ഉള്ളൂ. ഈ കൂരിയുടെ തല കളയാറില്ല, അതുപോലെ അയിലയുടെ തലയും കളയില്ല. അങ്ങനെയാണ് പറയണത്. എന്നിട്ട് ഇത് കഴുകി നല്ല വൃത്തിയായിട്ട് ഒന്നും കൂടി കഴുകി എടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് നമ്മൾ കറി വെക്കണമെന്ന് വെച്ചാൽ അങ്ങനെ കറി വെക്കാം. ഞാനിവിടെ പുളി ഇട്ടത്, കുടംപുളി ഇട്ട് മുളകിട്ട് കറി വെക്കും. തേങ്ങ അരക്കില്ല ഈ സാധനത്തിൽ. മല്ലി മുളക് എല്ലാം ചൂടാക്കി പൊടിച്ച് ഉലുവയുമൊക്കെ ഇട്ട് ചട്ടിയിലിട്ട് മൊരിയിച്ച് കുടംപുളി ഇട്ട് വറ്റിച്ചെടുക്കും. എന്നിട്ട് കപ്പയ്ക്കോ ചോറിനോ ഇനി ചപ്പാത്തിക്കോ എന്തിനാണെങ്കിലും വളരെ നല്ല മീനാണ്. അധികം വിലയില്ലേ മീനിന് കേട്ടോ. ഞങ്ങളുടെ അവിടെയൊക്കെ ഇവിടെ ധാരാളം കിട്ടുന്ന മീനാണ് ഇത്. വരാപ്പുഴയിൽ നിന്ന് വരുന്നതാണ്. അപ്പം ഞങ്ങളുടെ ഇവിടെ കിട്ടും ഈ മീൻ. അപ്പോൾ എനിക്ക് പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ കറി റെഡിയായി. എല്ലാവരും ഊണ് കഴിക്കൂ. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഊണ് കഴിക്കൂ. ഇങ്ങോട്ട് വന്നാൽ തരാം എല്ലാവർക്കും. ഓക്കേ, എന്നെ ഫോളോ ചെയ്യണം കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറയണം. മുഴുവനും വീഡിയോ കാണണേ. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം. നല്ലത് വരട്ടെ. എല്ലാവരും നന്നായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അതുവരെ ടാറ്റാ, ബൈ ബൈ. ഓക്കെ, സീ യു.